എൻ്റെ പേര് അൽഫിൻ. ഞാൻ കണ്ണൂർ ജില്ലയിലെ ആലക്കോട് നിന്ന് വരുന്നു. ഇതെൻ്റെ അമ്മ ന്യൂമി. ഞാൻ 2024 ഏപ്രിൽ മാസത്തിലാണ് ഇവിടെ ഉടമ്പടി എടുത്തത്. ഉടമ്പടിയിൽ വെച്ച 4 നിയോഗങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടി. ഒന്നാമതായിട്ട് ഞാൻ എൻ്റെ B2 ജർമ്മൻ എക്സാം പാസ്സാകാൻ വേണ്ടിയിട്ടാണ് ഉടമ്പടി വെച്ചിരുന്നത്. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് 3 മൊഡ്യൂൾ കിട്ടുകയും സ്പീക്കിംഗ് മാത്രം കിട്ടാതിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ തുടരെ പ്രാർത്ഥിക്കുകയും പക്ഷേ തുടർ തോൽവിക്ക് നേടുകയാണ് ചെയ്തിരുന്നത്. ഞാൻ എൻ്റെ 3ാമത്തെ ഉടമ്പടിക്ക് ശേഷം ഉടമ്പടി എടുത്ത് പുതുക്കിയ ശേഷം ഞാൻ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഉടമ്പടിയിൽ പങ്കുചേരുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും പിന്നെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിന് ഫലമായിട്ട് എനിക്കൊരു ദിവസം ഡൽഹിയിൽ റീഓപ്പണായിട്ട് എനിക്കൊരു ഡേറ്റ് കിട്ടുകയും അവിടെ പോയി എക്സാം എഴുതുകയും ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. എന്നോടൊപ്പം വന്ന 6 കുട്ടികളുണ്ടായിരുന്നു. പക്ഷേ 6 കുട്ടികളിൽ എനിക്ക് മാത്രമാണ് അന്ന് എക്സാം എഴുതി പാസ്സാകാൻ വേണ്ടി സാധിച്ചത്. ഇതാണ് എൻ്റെ 1ാമത്തെ സാക്ഷ്യം. 2ാമത്തെ സാക്ഷ്യം എന്ന് പറയുമ്പം എനിക്ക് 3 വർഷമായിട്ട് എനിക്ക് തുടരെ അലർജി ഉണ്ടായിരുന്നു. രാവിലെ എണീക്കുമ്പോഴെല്ലാം തുമ്മൽ, അതുവഴി എനിക്ക് എൻ്റെ ദിനചര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയില്ലായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് ലഭിച്ച ഉപ്പും തൈലും പ്രയോഗിച്ചതിന് ഫലമായിട്ട് എനിക്ക് എൻ്റെ അലർജി രോഗങ്ങൾ പൂർണ്ണമായി മാറി കിട്ടുകയും അമ്മ മാതാവ് എനിക്ക് സൗഖ്യം നൽകുകയും ചെയ്തു. പിന്നെ 3ാമതായിട്ട് എൻ്റെ അമ്മയ്ക്ക് കിട്ടിയ സൗഖ്യമാണ് പറയാൻ പോകുന്നത്. എൻ്റെ അമ്മയുടെ യൂട്രസിൽ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, തിക്നെസ്സും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് ലഭിച്ച ഉപ്പും ഉടമ്പടി തൈലവും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ടും അമ്മയുടെ സിസ്റ്റം പൂർണ്ണമായി മാറി കിട്ടുകയും അമ്മയ്ക്ക് പൂർണ്ണമായി സൗഖ്യം ലഭിക്കുകയും ചെയ്തു. പിന്നെ 4ാമതായിട്ട് എനിക്ക് എൻ്റെ എക്സാമിന് ശേഷം എനിക്കൊരു ഇൻ്റർവ്യൂ കിട്ടുന്നില്ലായിരുന്നു. ഇൻ്റർവ്യൂവിന് വേണ്ടി ഞാൻ മെയ് 29 എന്ന് പറയുന്ന ഡേ ഇത്രയും ചെയ്ത് തന്ന എൻ്റെ അമ്മ മാതാവിനും ദൈവകുമാരനും ഒരുപാട് നന്ദി. ഉണ്ടായെന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ടൊക്കെ എനിക്ക് ഉടമ്പടി എടുക്കുമ്പോൾ മറ്റുള്ളവരോട് എനിക്ക് ക്ഷമിക്കാൻ സാധിക്കില്ലായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് മറ്റുള്ളവരോട് എനിക്ക് പൂർണ്ണമായും ക്ഷമിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ഇവിടുന്ന് കിട്ടുന്ന പത്രങ്ങൾ മറ്റുള്ളവർക്ക് ഞാൻ കൊടുക്കുകയും മറ്റുള്ളവരോട് അമ്മമാതാവിനെ കുറിച്ച് പറയുകയും ചെയ്തിരുന്നു. പിന്നെ അച്ഛൻ്റെ ടോക്കുകൾ മുടങ്ങാതെ കേൾക്കുകയും അതും ഇവിടുത്തെ സാക്ഷ്യങ്ങളും എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ അയച്ചു കൊടുക്കുകയും സ്റ്റാറ്റസ് ഇടുകയും ചെയ്തിരുന്നു. പിന്നെ ഞാൻ എൻ്റെ എക്സാമിനിടയ്ക്ക് ഞാൻ ചെറിയ ചെറിയ ജോലികൾ ചെയ്തിരുന്നു. ആ ജോലികളിൽ നിന്ന് കിട്ടുന്ന ദശാംശം ഞാൻ എൻ്റെ അനാഥാലയത്തിന് കൊടുക്കുകയും അതുവഴി ഞാൻ അവരെ സഹായിക്കുകയും ചെയ്തു. ഇതാണ് എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ എനിക്ക് മാറ്റങ്ങൾ. നേർച്ച വസ്തുക്കൾ ഉപയോഗം വഴിയായിട്ടാണ് എനിക്ക് എൻ്റെ അലർജി രോഗങ്ങൾ മാറി കിട്ടുകയും എൻ്റെ അമ്മയുടെ സിസ്റ്റം പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുകയും ചെയ്തത്. തോബിത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 19-ാം തിരുവചനം. ദൈവമായ കർത്താവിനെ എപ്പോഴും വാഴ്ത്തുക, നിൻ്റെ പാതകൾ നേരെയാകുവാനും നീ നനയ്ക്കുന്ന കാര്യങ്ങൾ ശുഭമായി ഭവിക്കുവാനും അവിടുത്തോട് പ്രാർത്ഥിക്കുക. കർത്താവാണ് എല്ലാ നന്മയും നൽകുന്നത്. ആൽഫിൻജിസ് എന്ന ഈ മകൻ തൻ്റെ ഉടമ്പടി ജീവിതത്തിലെ ദൈവാനുഭവങ്ങളെ അമ്മമാതാവിൻ്റെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നു. മകന് ജർമ്മൻ സ്പീക്കിംഗ് ലഭിക്കുന്നതിന് വേണ്ടിയും ജർമ്മനിയിൽ പോകുവാനുള്ള മറ്റു കാര്യങ്ങളെല്ലാം അമ്മ മാതാവ് സമയച്ചുരുക്കത്തിൽ ഓരോന്നും ക്രമീകരിച്ച് കൊടുത്തതിനെയുമാണ് സാക്ഷ്യത്തിൽ പങ്കുവയ്ക്കുക. പ്രത്യേകിച്ച് അത് മെയ് മാസത്തോടുകൂടി ഇൻ്റർവ്യൂ പാസ്സാകുവാൻ മകന് സാധിച്ച വിഷയത്തെയും മകന് പ്രത്യേകമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അമ്മ മാതാവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് നാം ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഉടമ്പടിയിൽ നാം എങ്ങനെയാണോ ജീവിതം വിശ്വസ്തതയിൽ മുന്നോട്ട് കൊണ്ടുപോവുക, നമ്മുടെ ജീവിതത്തിൻ്റെ ക്രമീകരണം നാം എങ്ങനെയാണോ ദൈവസ്നേഹത്തോടുകൂടി അത് മാറ്റുക, അതെപ്പോഴും ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകൾ വേഗം ഫലമണിയുന്നതിന് കാരണമാകും. മകന് വലിയ സ്ഥിരവരുമാനമുള്ള ജോലിയൊന്നും ആയില്ലെങ്കിൽ കൂടിയും അവൻ ചെയ്തിരുന്ന താൽക്കാലിക ജോലികളിൽ നിന്ന് ലഭിച്ചിരുന്ന ആ വേതനത്തിൻ്റെ ദശാംശം കൃത്യമായും അത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ വേണ്ടി ഉപയോഗിച്ചുവെന്ന് മകൻ വാക്കുകളിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അത് ചെറുതല്ല,
അത് ത്യാഗത്തോടുകൂടി ദൈവസ്നേഹത്തെ പ്രതി മറ്റുള്ളവർക്കായി നാം ചെയ്യുന്ന വലിയ പ്രവൃത്തിയാണ്. അങ്ങനെ ജീവിതത്തിൽ നിന്ന് ദൈവസ്നേഹത്തെ പ്രതി മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം ദൈവസന്നിധിയിൽ നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി മാറിക്കൊണ്ടിരിക്കും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൻ പങ്കുവയ്ക്കുക. അതോടൊപ്പം അമ്മയ്ക്കുണ്ടായ ഒരു രോഗാവസ്ഥയിൽ അത് ഉടമ്പടി തൈലം ഉപയോഗിച്ച് മാത്രം പൂർണ്ണമായ ആരോഗ്യം വീണ്ടെടുക്കുവാൻ സാധിച്ചതിനെയും സന്തോഷത്തോടെ മകൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഈ മകനും കുടുംബത്തിന് ലഭിച്ച ഓരോ നന്മകൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. ദൈവനാമം മഹത്വപ്പെടട്ടെ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.